പൂഞ്ഞാറിൽ താമരയെ വിരിയൂ എന്ന് NDA സ്ഥാനാർത്ഥി PC ജോർജ്. യുവാക്കൾക്കായി അടുത്ത തവണ മാറി നിൽക്കുമെന്ന് PC ജോർജ് 24നോട് പറഞ്ഞു. ദിൽനാമത്തും ക്രിസ്റ്റിന ചെറിയാനും പൂഞ്ഞാറിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മാണിസാറിന്റെ പാല എന്ന് പറയുന്നത് പോലെ കേരള രാഷ്ട്രീയം ചേർത്ത് വെച്ച രണ്ട് പേരാണ് പൂഞ്ഞാറും PC ജോർജും. അപ്പൊ ഇത്തവണയും വളരെ കരുത്തോടുകൂടെ PC ജോർജ് സാറുണ്ട് പൂഞ്ഞാറിനെ പ്രതിനിധീകരിക്കാൻ. പൂഞ്ഞാറിൽ ഇത്തവണ താമര വിരിയോ? താമരയെ വിരിയൂ, നോ ഡൗട്ട്. പല മുന്നണിയിൽ വന്നു. ഇപ്പോൾ സ്വതന്ത്രനായും ഇവിടെ ജയിച്ചിട്ടുണ്ട്. 3 മുന്നണിയും കഴിഞ്ഞ് സ്വതന്ത്രനായും ജയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ തോറ്റു. പക്ഷേ ഇത്തവണ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് താമര ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ടോ? അതായത് തീർച്ചയായിട്ടും സ്വതന്ത്രമായിട്ട് മത്സരിക്കുമ്പോൾ എനിക്ക് കമ്മിറ്റികളൊന്നുമില്ല. ജനം അവരുടെ ഔദാര്യം കൊണ്ട് എന്നെ ജയിപ്പിച്ചു എന്നുള്ളൂ. ഇത്തവണ രാഷ്ട്രീയമായി ചിന്തിക്കുന്ന ആളുകൾ വർക്ക് ചെയ്യാനും എന്നെ ജയിപ്പിക്കാൻ വേണ്ടി സ്ക്വാഡ് വർക്ക് നടക്കാനൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരും അതുപോലെ BDS ഉൾപ്പെടെ NDAയുടെ കക്ഷി നേതാക്കന്മാരൊക്കെയുണ്ട്. പൂഞ്ഞാറിൻ്റെ കാര്യത്തിൽ ടെൻഷൻ ഇല്ല, പക്ഷേ പാലയുടെ കാര്യത്തിൽ ചെറിയ ടെൻഷൻ ഉണ്ടോ? പാലയുടെ കാര്യത്തിൽ പൂഞ്ഞാറിനേക്കാൾ സന്തോഷമാണ്. എന്നതാണ് അവിടെ നടത്തിയ ഒരു സമ്മേളനം ഇന്ന് കഴിഞ്ഞ ദിവസം. ഒരു 6000-ന് മുകളിൽ ആളുകൾ പങ്കെടുത്ത പ്രകടനം. 1300 സ്ത്രീകൾ ഒരേ സാരി ഉടുത്തുകൊണ്ട് പ്രകടനം. 1300 സ്ത്രീകളായിരുന്നു. കണ്ടായിരുന്നോ? ഇല്ല. അന്ന് കാണാം. പാല ഇന്ന് വരെ കണ്ടിട്ടില്ല. അവൻ ജയിച്ചെന്ന് ഉറപ്പാണ്. അവൻ തൻ്റെ ചിരി. അവൻ ചിരിച്ചോണ്ടല്ലോ ഓടുന്നു. നല്ല ഭൂരിപക്ഷം. കേരളത്തിൽ NDAക്ക് എത്ര സീറ്റ് കിട്ടുമെന്ന് അങ്ങയുടെ ഒരു കണക്ക് കൂട്ടൽ? മിനിമം 15. എല്ലാവരും 30 പറയുന്നവരുണ്ട്, 40 പറയുന്നവരുണ്ട്. ഞാൻ എല്ലാം കുറച്ചിട്ട് കൂട്ടിയിട്ട് പോലും 15 കിട്ടാതിരിക്കുന്ന പ്രശ്നമില്ല. എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ ഭരണം ആര് വേണമെന്ന് നിയന്ത്രിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ നിയന്ത്രിക്കും. ചെറുപ്പക്കാർ വരട്ടെ. ഞാൻ മനപ്പുറം മിണ്ടാത്തത്. പിള്ളേർ വരട്ടെന്ന്. എല്ലാം നമ്മൾ എന്തിനാ പൂഞ്ഞാറിൽ നിന്നും അങ്ങനെ ഒരു പിള്ളേർ വരട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കലുണ്ടാവും. ഞാൻ ഇത്തവണ മാറാൻ ആഗ്രഹിച്ചോളൂ. ചോദിച്ചോളൂ പാർട്ടിയോട്. പക്ഷേ വേറെ പയ്യൻ വന്ന് ഇവിടെ ജയിക്കുകയില്ല. BJP തകരുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ നിന്നത്. BJP ആരെ നിർത്താൻ ജയിക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ ഉള്ള രാഷ്ട്രീയമാണ് ഞാൻ നടത്തുന്നത്. ഇപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പ് ആര് നിന്നാലും ഇവിടെ ജയിക്കുന്ന സാഹചര്യം ഉണ്ടാവും. അതുമ്പോൾ ഒരു ചെറുപ്പക്കാരനെ കൂട്ടണം. അപ്പോൾ എന്തായാലും ആ വീട്ടിൽ നിന്ന് 2 MLA-മാരുണ്ടാവട്ടെ, അപ്പനും മോനും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.